മാതൃഭൂമിക്ക് ലേശമെങ്കിലും ഒരു ഉളുപ്പ് വേണം. നിങ്ങൾ ആത്മാർത്ഥത കാണിക്കണ്ട. രാജ്യത്തെ വികസനത്തെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട, രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട, രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട, ജനങ്ങൾക്ക് കിട്ടുന്ന പ്രവർത്തനങ്ങളും ആനുകൂല്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട. പക്ഷേ ഇന്നൊരു ദിവസമെങ്കിലും നിങ്ങൾക്ക് വിമർശിക്കാതിരുന്നു കൂടെ എന്നുള്ളതാണ് ചോദ്യം. അതായത് ശ്രീജിത്ത് പണിക്കർ എഴുതിയൊരു പോസ്റ്റ് അതിങ്ങനെയാണ്: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ദിനത്തിൽ മോദി അറ്റ് 75 എന്നൊരു പരിപാടി മാതൃഭൂമി ന്യൂസ് ചെയ്തു. അത് കണ്ടിട്ട് ചിരിയടക്കാൻ കഴിയുന്നില്ല. പിറന്നാൾ ആശംസയല്ല, രാഷ്ട്രീയ വിമർശനം മാത്രമാണ് അതിൽ. മോദിയുടെ ജനപ്രീതി കുറഞ്ഞു, വിലക്കയറ്റമുണ്ടായി, അസമത്വം കൂടി, ജീവിത നിലവാരം താണു, പട്ടിണി സൂചികയിലും സന്തോഷ സൂചികയിലും മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിലും പിന്നിലായി, ഭരണഘടനാ സ്ഥാപനങ്ങൾ ദുർബലമായി, പഠാൻകോട്ട് മുതൽ പഹൽഗാം വരെയുള്ള ഭീകരാക്രമണങ്ങൾ, വർഗീയ കലാപങ്ങൾ എന്നിങ്ങനെ കുറ്റങ്ങൾ മാത്രം. എല്ലാം പ്രാധാന്യമുള്ള വിഷയങ്ങൾ തന്നെ ഒരു സർക്കാരിൻ്റെ വാർഷികത്തിൽ നിശ്ചയമായും ഉന്നയിക്കാവുന്ന ഭരണ വിമർശനങ്ങൾ. എന്നാൽ ഒരു വ്യക്തിയുടെ പിറന്നാൾ ദിനത്തിൽ അത് പറഞ്ഞാൽ എത്ര അനൗചിത്യമായിരിക്കും എന്നോർത്തു നോക്കൂ. മോദിക്കെതിരെ രാജ്യത്തും വിദേശത്തും നിരന്തരം രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും പിറന്നാൾ ആശംസയിൽ രാഷ്ട്രീയം കലർത്തിയില്ല. പ്രധാനമന്ത്രിക്ക് സന്തോഷം നിറഞ്ഞ ജന്മദിനവും നല്ല ആരോഗ്യവും ആശംസിക്കുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പോലും പറഞ്ഞത്. മലയാളികളെ പല ശീലങ്ങളും പഠിപ്പിച്ചത് മാതൃഭൂമി ആയതുകൊണ്ട് തന്നെ അനൗചിത്യം ശീലിക്കാൻ ഞാനും ഇനി ശ്രമം തുടങ്ങുകയാണ്. ആദ്യ ചുവടായി മാതൃഭൂമി മുതലാളി ബഹു ശ്രേയസ് കുമാറിൻ്റെ അടുത്ത പിറന്നാളിനുള്ള ആശംസ ഞാൻ തയ്യാറാക്കുകയാണ്. ബഹു ശ്രേയസ് കുമാറിന് പിറന്നാൾ ആശംസകൾ. താങ്കൾ മാതൃഭൂമിയുടെ തലപ്പത്തെത്തിയതിനു ശേഷം മാതൃഭൂമി വാർത്തകളിലെ ജനവിശ്വാസം ഇടിഞ്ഞിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധമെന്ന പേരിൽ ഏതോ വീഡിയോ ഗെയിമിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ച് പ്രേക്ഷകരെ മണ്ടന്മാരാക്കാൻ ശ്രമിച്ചത് നമ്മുടെ ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ഏറ്റവും അപഹാസ്യമായ സംഭവമായിരുന്നു. ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യന്റെ പേര് SMS അയച്ചാൽ ഐസ്ക്രീം കമ്പനിയുടെ സമ്മാനം എന്ന് പ്രഖ്യാപിച്ച സ്ഥാപനത്തിന്റെ മനുഷ്യത്വരാഹിത്വം നാട്ടുകാർക്ക് മനസ്സിലായതാണ്. സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യയ്ക്ക് അലർജി ഉണ്ടായപ്പോൾ കുംഭമേളയിലെ പ്രതീക്ഷയ്ക്കപ്പുറമുള്ള തിരക്ക് കാരണം അവർ കുഴഞ്ഞു വീണെന്ന് വാർത്ത കൊടുത്തിട്ട് മുക്കിയവർക്ക് എന്ത് കുംഭമേള, ഏത് സ്റ്റീവ് ജോബ്സ്, എന്തിൻ്റെ ധാർമ്മികത? GN സായിബാബയ്ക്കെതിരെ സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഷിർദി സായിബാബയുടെ ദൃശ്യങ്ങളും ഭക്തിഗാന ആൽബവും കാണിച്ചവർക്ക് എന്ത് ഷിർദി, ഏത് ബാബ, എന്തിൻ്റെ പൊതുവിജ്ഞാനം? 5.5 കൊല്ലം മുൻപത്തെ നിയമസഭാ രേഖയെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് കാട്ടി വാർത്ത കൊടുത്തവർ വെല്ലുവിളിച്ചത് ജനങ്ങളുടെ സാമാന്യ ബോധത്തെയാണ്. ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമായ മീററ്റിനെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാക്കിയവർക്ക് ഡെമോഗ്രാഫി എന്നാൽ എന്ത് കുന്തമാണെന്ന് അറിയില്ല എന്നും നമുക്ക് മനസ്സിലായി. ട്വിറ്ററിനെ ആപ്പ് സ്റ്റോറിൽ നിന്ന് പുറത്താക്കുമെന്ന് ആപ്പിൾ ഭീഷണിപ്പെടുത്തിയ വാർത്ത മാതൃഭൂമിയിൽ വന്നപ്പോൾ ആപ്പിൾ ട്വിറ്ററിനെ ബ്ലോക്ക് ചെയ്തു എന്നായി. മാതൃഭൂമിയിൽ അന്ന് വിവരസാങ്കേതിക വാർത്തകൾ കൈകാര്യം ചെയ്തവർക്ക് അതും അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല എന്ന് അവർ തന്നെ തെളിയിച്ചതാണല്ലോ. ഇന്ത്യൻ ഹോക്കി ടീമിന് അഭിനന്ദനങ്ങൾ കൊടുത്ത് ഗംഭീര പോസ്റ്റർ ചെയ്തവന് മലയാളം അറിയില്ല എന്നും തെളിഞ്ഞു. പിന്നെ ഏഷ്യ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ റിപ്പോർട്ടിംഗ്. ഓ യാ, അങ്ങേക്കൊരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ. മാതൃഭൂമിയുടെ നേട്ടങ്ങളെക്കുറിച്ച് രണ്ടാമതൊരു പിറന്നാൾ ആശംസ വേറെ അയക്കാം കേട്ടോ. ഇങ്ങനെയാണ് ശ്രീജിത്ത് പണിക്കർ തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ശരിയാണ്, നമുക്ക് വിമർശനങ്ങൾ ഉന്നയിക്കാം. ഭരിക്കുന്ന സർക്കാരിനെതിരെ നമ്മൾ ഉന്നയിക്കുന്ന ഓരോ വിമർശനങ്ങളുമാണ് ആ സർക്കാരിന് നേരെയാകാൻ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. വിമർശനങ്ങൾ എപ്പോഴും നന്നായി ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് മാത്രമേ അവരിയ്ക്കുന്ന പൊസിഷൻ എപ്പോഴും നല്ലതാക്കാൻ കഴിയൂ എന്ന് പല മഹാന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് വളരെ ശരിയാണ്. മാതൃഭൂമിക്ക് വിമർശനം ഉന്നയിക്കാം, അതിലൊരു തെറ്റും ഇല്ല. പക്ഷേ ഒരു വ്യക്തിയുടെ, ഒരു രാജ്യത്തിൻ്റെ പിറന്നാളല്ല, ഒരു വ്യക്തിയുടെ പിറന്നാളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ പിറന്നാളാണ്. ആ പിറന്നാൾ ദിനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി വരെ മൈ ഗുഡ് ഫ്രണ്ട് നരേന്ദ്ര എന്ന് വിളിച്ചുകൊണ്ടാണ് ആശംസ അറിയിച്ചത്. എന്തിനേറെ പറയുന്നു, താരിഫ് കൂട്ടിയിരുന്നിട്ട് ഇന്ത്യ അമേരിക്കയും തമ്മിൽ വലിയ ഉരസലുള്ളപ്പോഴും മൈ ഫ്രണ്ട് എന്ന് വിളിച്ചുകൊണ്ടാണ് ട്രംപ് നരേന്ദ്രമോദിക്ക്
പിന്നെ എന്താ പറയുക, ജന്മദിനാശംസകൾ അറിയിച്ചത്. എല്ലാത്തിലും നമ്മൾ രാഹുൽ ഗാന്ധിയെ കുറ്റം പറയാറുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നു, നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ രാഹുൽ ഗാന്ധിയെ നിരന്തരം കുറ്റം പറയാറുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി പോലും ജന്മദിനാശംസകളും ആരോഗ്യവുമാണ്, നല്ലൊരു ജന്മദിനവും ആരോഗ്യവും നേരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത്രയും പോലും ഒരു സാമാന്യ മര്യാദ കാണിക്കാൻ മാതൃഭൂമിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ തലപ്പത്തിരിക്കുന്നവരെ പറയില്ല. ചിലപ്പോൾ അവർ അജണ്ടയായിരിക്കും, ഒരുപക്ഷെ അവർ ഇത് അറിഞ്ഞു പോലും കാണില്ല. ഇത് ചില കമ്മി മാധ്യമ പ്രവർത്തകരുടെ മാത്രം, അതായത് നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ഒരുപാട് ആശംസകൾ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പിന്നെ അല്ലെങ്കിൽ ഒരു പരിധിവരെയുള്ള ജനങ്ങൾ നരേന്ദ്രമോദിക്ക് ആശംസകളുമായി രംഗത്ത് വരുന്നതും നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികളെയൊക്കെ കുറിച്ച് അറിഞ്ഞ് വലിയ രീതിയിൽ സപ്പോർട്ട് കൊടുക്കുമെന്നുള്ള ഭയം മാതൃഭൂമിയെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം മാതൃഭൂമി ഇത്തരത്തിൽ ഒരു ചീപ്പായ ഡ്രാമയ്ക്കിറങ്ങിയത് എന്ന് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ ചീപ്പായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇപ്പോൾ ഇന്ത്യ, ചൈന, റഷ്യ ബന്ധം ഊർജിതമാക്കാൻ വ്യോമ മേഖലകളിൽ, പ്രതിരോധ മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ, ജനജീവിതങ്ങളിൽ, എന്താ പറയുക, നമ്മുടെ പിന്നെ വ്യാവസായിക മേഖലകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ ഒപ്പമുണ്ട് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി, ധൈര്യമായിരിക്കൂ എന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രധാനമന്ത്രി, നമ്മുടെ സഹോദരങ്ങളെ തൊട്ടപ്പോൾ തിരിച്ച് അതിന് കൃത്യമായ മറുപടി കൊടുത്ത ഒരു പ്രധാനമന്ത്രി. നിങ്ങൾ പത്താൻകോട്ടും പഹൽഗാമും മാത്രമേ കണ്ടുള്ളൂ. ഉറി ആക്രമണവും ഓപ്പറേഷൻ സിന്ദൂരും ഒന്നും കാണാൻ മാതൃഭൂമിക്ക് കണ്ണില്ലാതെ പോയി. ഓപ്പറേഷൻ സിന്ദൂറിൽ അവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തത് നിങ്ങൾ കാണാതെ പോയോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്ത് ആശംസയാണ് നിങ്ങൾ നരേന്ദ്രമോദിക്ക് നൽകാൻ ഉദ്ദേശിച്ചത്? വിമർശനാത്മകമായ ആശംസ നൽകിയാൽ അത് കുറച്ചുകൂടി ഈ കമ്മികൾ ഏറ്റെടുത്ത് കുറച്ചുകൂടി നിങ്ങളെ ചാനൽ കാണും. നിങ്ങൾ കൈരളിയാവാൻ പഠിക്കുകയാണോ? അല്ല, അറിയാത്തോട് ചോദിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ വിമർശിക്കാം. ഇപ്പോൾ ഒരു ഭരണാധികാരി വിമർശനത്തിന് അതീതമല്ല. എല്ലാവരും വിമർശിക്കപ്പെടേണ്ടവരാണ്. കാരണം എല്ലാവർക്കും അവരവരുടേതായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ചിലർ ശ്രമിക്കും. അത് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ പലരെയും മർദ്ദിച്ച് അവശനാക്കി ജീവച്ഛവം പോലെ ഇട്ടിരിക്കുന്ന പലരെയും പോലീസുകാർ മർദ്ദിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമെന്നാണ്. DYFI പൂച്ചട്ടി തൊട്ട് ഇപ്പോൾ തലയിലടിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് രക്ഷാപ്രവർത്തനമെന്നാണ്. ഇങ്ങനെ മാതൃഭൂമിയെ വെല്ലുവിളിക്കുകയാണ്. പിണറായി വിജയൻ്റെ ജന്മദിനത്തിൽ ഇത്തരം വിമർശനാത്മകമായ ഒരു പിറന്നാൾ ആശംസ പറയാൻ മാതൃഭൂമിക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടെങ്കിൽ അടുത്ത പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നു എങ്കിൽ, അടുത്ത പിണറായി വിജയൻ ഭരണത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർജവമുള്ള ഒരു മാധ്യമ സ്ഥാപനമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ ആരെ മുമ്പിലും നട്ടെല്ല് വളക്കില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കേ. അപ്പോഴറിയാം എന്താ അവസ്ഥയെന്ന്. പിന്നെ നിങ്ങൾ പറയുന്നതെന്ന് കേൾക്കാനുള്ള സമയം നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്കില്ല. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്യാനുണ്ട്.